എൻ്റെ പേര് ഷീല. ഞാൻ തിരുവല്ലയിൽ നിന്നാണ് വരുന്നത്. 2024 ഒക്ടോബർ തൊട്ട് ഞാൻ യൂട്യൂബ് വഴി അത്ഭുത ജപമാല കാണുന്നുണ്ട്. ഞാൻ 2018 ഞങ്ങൾ ലോൺ എടുത്ത് ഒരു വീട് വെച്ചു. 1 വർഷം ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റിയത്, പിന്നെ അത് അടയ്ക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരു വലിയ തുകയായി. 2022 ഞങ്ങളുടെ വീട് ജപ്തി ചെയ്ത് ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. 3 വർഷത്തോളം ബാങ്കുകാർ നോക്കിയിട്ടും ആ വീട് വിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. 50 ലക്ഷം രൂപയുടെ മുതലാണ്. അങ്ങനെ കഴിഞ്ഞ മെയ്യിൽ ബാങ്കിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ സ്ഥലവും വീടും ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ലേലത്തിന് വെച്ചു, പക്ഷേ അതാരും വാങ്ങുന്നില്ല, അതുകൊണ്ട് നിങ്ങളുടെ പേര് കേസ് കൊടുക്കാൻ പോവുകയാണ്. എത്ര രൂപ താന്ന് വെക്കുന്നു അതിൻ്റെ ബാക്കിയുള്ള പൈസ നിങ്ങൾ കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ 25-ാം തീയതി വിളിച്ചു പറഞ്ഞു, ജൂൺ 5-ാം തീയതി ഞങ്ങൾ ലാസ്റ്റ് ലേലത്തിന് വെക്കുവാണ്, അത് ജൂൺ 10-ാം തീയതി ഞങ്ങൾ കേസ് ഫയൽ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ മെയ് 31-ാം തീയതി ഞാൻ ഇവിടെ വന്നു അച്ഛനെ കണ്ട് സംസാരിച്ചു. അച്ഛൻ പറഞ്ഞു 90 ദിവസം അത്ഭുത ജപമാല കാണാൻ പറഞ്ഞു. പിന്നെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പറഞ്ഞു. 30 വർഷമായി ഞാൻ സെക്കൻഡ് സ്റ്റഡ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഊരി മാറ്റാനും വെഞ്ചരിച്ച കല്ലുപ്പ് വീടിന് ചുറ്റും വിതറാനും പറഞ്ഞു. ഞാൻ ഇതുപോലെ പോയി ചെയ്തു കഴിഞ്ഞ് ജൂൺ 6-ാം തീയതി ഞാനും മോനും കൂടെ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമായിരുന്നു. ഞാൻ ഫ്രണ്ടിലും മോൻ ബാക്കിലുമായിരുന്നു. മോൻ ബാക്കിൽ നിന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മമ്മി എല്ലുറക ഒരു സംഭവമാണ്, അവിടെ ഭയങ്കര എന്തോ ശക്തി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ മോനെ? നമ്മുടെ സ്ഥലവും വീടും 39 ലക്ഷം രൂപയ്ക്ക് തന്നെ വിറ്റുപോയി, നമുക്ക് 5 പൈസയും കൊടുക്കേണ്ടി വന്നില്ല എന്ന് പറഞ്ഞു. നല്ലൊരു കഴിടി കൊടുത്തതുകൊണ്ട് അങ്ങനെ 3 കാര്യങ്ങളാണ് അച്ഛൻ പറഞ്ഞത്, ശ്രദ്ധിച്ചോ? 1 സെക്കൻഡ് സ്റ്റഡ് മാറ്റാൻ പറഞ്ഞു, 2 മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു, 3 കല്ലുപ്പ് കൊണ്ടുവന്ന് വീടിന് ചുറ്റും ശക്തിയിൽ വന്നിട്ട് പ്രാർത്ഥിക്കും. ചേച്ചി അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അതുപോലെ ചെയ്തപ്പോൾ ഉണ്ടായ അപ്പം മോൻ പറയുകയാണ് എൽറോഹ് ഒരു മഹാസംഭവമാണ്, പരിശുദ്ധാത്മാവ് കേട്ടോ, വിദേഹത്തിന് വലിയ ഇടപെടലാണ് അത് സംഭവിച്ചത് കേട്ടോ. അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു മരിച്ചവർക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിച്ചോളാം. പിന്നെ എനിക്ക് തൊണ്ടവേദന, എനിക്ക് തണുത്ത വെള്ളം കുടിക്കത്തില്ലായിരുന്നു, പിന്നെ മഴയും നനയാൻ പാടില്ലായിരുന്നു. തൊണ്ടവേദന വന്നു കഴിഞ്ഞ് 2 ആഴ്ചയോളം നിൽക്കും, ആൻറ്റിബയോട്ടിക് കഴിക്കാതെ എനിക്ക് മാറാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം റെക്കോർഡ് ജപമാല കണ്ടുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, തൊണ്ടവേദനയുള്ളവരെല്ലാം പ്രാർത്ഥിച്ചോളാൻ. അന്ന് എനിക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ തൊണ്ടയെ കൈവച്ച് പ്രാർത്ഥിച്ചു, അത് ഞാൻ ഏറ്റെടുത്തു. പിറ്റേ ദിവസം അതിൻ്റെ യാതൊരു ലക്ഷണവും ഇല്ല. 1 വർഷത്തോളമായി ഇപ്പോൾ എനിക്ക് ഇപ്പോൾ എന്ത് തണുത്ത വെള്ളം കുടിച്ചാലും തണുപ്പ് കാലം വന്നാലും തൊണ്ടവേദന ഇല്ല. പിന്നെ ഇവിടുന്ന് കൊണ്ടുപോയ കല്ലുപ്പ് ഇട്ടതിൻ്റെ ഫലമായി ഞങ്ങളുടെ കിണറ്റിലെ വെള്ളം മഞ്ഞ കളറായിരുന്നു, ഇപ്പം തെളിഞ്ഞ വെള്ളം ഉണ്ട്. ഇത്രയേറെ വലിയ അനുഗ്രഹങ്ങൾ. നല്ലൊരു കൈയടി കൊടുത്തോട്ടെ, നല്ലൊരു കൈയടി കൊടുത്തോ. ഈ കഴിഞ്ഞ ഏറ്റവും അവസാനം പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കുക, മഞ്ഞ വെള്ളമായിരുന്നു, അത് കല്ലുപ്പ് കൊണ്ടുവന്നിട്ടപ്പോൾ തെളിഞ്ഞ വെള്ളമായി. പ്രകൃത്യാതീത അത്ഭുതമാണ് കേട്ടോ. നമ്മൾ ഈ മറ്റ് സാക്ഷ്യങ്ങളുടെ ഇടയിൽ ഇത് ശ്രദ്ധിക്കില്ല, അത് പെട്ടെന്ന് പോകും. പക്ഷെ ശ്രദ്ധിക്കുക, കലങ്ങിയ വെള്ളം അല്ലെങ്കിൽ മഞ്ഞ വെള്ളം, ഈ ഉപ്പിട്ടപ്പോൾ തെളിഞ്ഞ വെള്ളം, അതെങ്ങനെയാവണത്? പ്രകൃത്യാതീത അത്ഭുതമാണ്. കർത്താവ് കൊടുങ്കാറ്റിനെയൊക്കെ ശാന്തമാക്കിയതുപോലെ. പ്രൈസ് ദി ലോർഡ്.